friends, welcome back to my channel. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താഴെയുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സാലഡാണ്. അപ്പോൾ നമുക്ക് ഡിഷിലോട്ട് കിടക്കാം. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് ഫ്രൂട്ട്സ് എല്ലാം കൂടി കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ ചിൽഡായിട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോരോ ഫ്രൂട്ട്സ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മാംഗോ, ഗ്രേപ്സ്, നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ എന്താണോ ഉള്ളത് ഞാനത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ നമ്മൾ എപ്പോഴും ചേർക്കുമ്പോൾ കുറച്ച് ഷുഗർ സിറപ്പിലിട്ട് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ആപ്പിള്, എല്ലാം ആപ്പിൾ, മാംഗോ, പൈനാപ്പിളൊക്കെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇതും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയിൽ കുറച്ച് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് കുറച്ച് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് ഇത് മാറ്റി വെക്കാൻ പോകും. അടുത്ത സ്റ്റെപ്പ്, ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കണം 2 കപ്പ് പാലാണ്. 2 കപ്പ് പാല് നമുക്ക് ചൂടാക്കി എടുക്കണം. ഇതിൽ കുറച്ച് ആ 2 കപ്പ് പാലിൽ കുറച്ച് നമ്മൾ മാറ്റി വെക്കണം. കസ്റ്റാർഡ് പൗഡർ ഇട്ട് കലക്കിയിടണം. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡിന് വേണ്ട കസ്റ്റാർഡ് പൗഡർ കലക്കിയെടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ബാക്കി വെച്ചേക്കണ പാല് കട്ടയില്ലാതെ നമുക്ക് കലക്കിയെടുക്കാം. പാല് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കസ്റ്റേർഡ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് ഒന്ന് തിക്കായി വരണം. തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് ഇറക്കാം. കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് രുചി കൂട്ടാനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കും. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് സാലഡ് സെർവ് ചെയ്ത് തുടങ്ങാം. അതിന് നമ്മൾ ചിൽഡാക്കി വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സ് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പൊക്കത്ത് നിങ്ങൾക്ക് ടോപ്പിംഗ് വേണമെങ്കിൽ ഇഷ്ടമുള്ള വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കാം, നട്ട്സ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ച് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പിസ്തയും ബദാമും ഉണ്ട്, ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ബാക്കി ഡിസ്പ്ലേയിൽ കാണിച്ചു. സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ജെല്ലിയും വാനില ഐസ്ക്രീം ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ബൗളിൻ്റെ അകത്ത് കുറച്ച് തേനും നട്ട്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും കൊടുക്കുകയും വേണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.